നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അബ്ദുൾ റഹീമിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും സങ്കടകരം അഫ്സാന്റെ ചിത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം അവനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് കാണാൻ വരുന്ന ബന്ധുക്കളോടൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്ന അബ്ദുൾ റഹീം. അതുമാത്രമല്ല, അഫ്സാന്റെ ഖബറിൽ പോകുമ്പോഴും അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്, നിന്നെ ഇങ്ങനെ കാണാനായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട്. അഫാനെ പോലെ ആയിരുന്നില്ല അഫ്സാൻ എപ്പോഴും ഭയങ്കര പുഞ്ചിരിച്ചുകൊണ്ട്. നമ്മൾ പറഞ്ഞു അഫാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആളാണ്, അധികം ആരോടും സംസാരിക്കാറില്ല. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അഫാൻ. എല്ലാവരോടും ചിരിച്ചുകൊണ്ടും അയലത്തുള്ളവരോടൊക്കെ ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിട്ടുള്ള ഒരു 9ാം ക്ലാസ്സുകാരൻ. അപ്പോൾ അഫ്സാന്റെ കാര്യത്തിലാണ് നെഞ്ചുലയുന്നത്. മാത്രമല്ല, ഷെമിയെ കാണാൻ വീണ്ടും അദ്ദേഹം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഷെമി ചോദിക്കുന്നത്, അബ്ദുൾ റഹീമിനോട് ചോദിക്കുന്നു, അഫ്സാൻ എവിടെ, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, മോൻ ബന്ധുവീട്ടിലുണ്ട്, അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്, പോയിട്ട് തിരിച്ച് ഇപ്പൊ വരും, കൊണ്ട് കാണിക്കാമെന്ന് കള്ളം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ അബ്ദുൾ റഹീമിനെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോകുകയാണ് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ. അഫാൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് 70 ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നു. അത് എങ്ങനെ വീട്ടണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉമ്മയൊക്കെ കൊല്ലാൻ ഒരു നീക്കം നടത്തുന്നതും പിന്നീട് ആത്മഹത്യ ചെയ്യാനായിരുന്നു തീരുമാനമെന്നും അഫ്സാൻ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ അബ്ദുൾ റഹീം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു 70 ലക്ഷത്തിന്റെ കടമുള്ളതായിട്ട് അദ്ദേഹത്തിന് അറിവ് പോലുമില്ല. എന്റെ അറിവിൽ ആകെ ഒരു 20-25 ലക്ഷത്തിന്റെ കടമുണ്ട്. അത് വീട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ 2 വർഷം കൂടി ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. അതിനുശേഷം നാട്ടിലേക്ക് വരാമെന്നാണ് കരുതിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ കടം എങ്ങനെ ഉണ്ടായി, ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിയത്, ഷമീനയും അഫാനും കൂടി നാട്ടിൽ എങ്ങനെയാണ് ഇത്രത്തോളം കടം വരുത്തി വെച്ചത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത്രയൊക്കെ ഉണ്ടാകുമ്പോ തന്നെ ഉറപ്പാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് ഒരു ധൂർത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 23 വയസ്സായ പയ്യൻ ഇത്രയധികം കടം എങ്ങനെ വന്നു എന്നുള്ളതൊരു ചോദിക്കേണ്ട ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ചിട്ടി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഷമീനയ്ക്ക് ചിട്ടി. അപ്പൊ ഈ ചിട്ടി പണം റോൾ ചെയ്തിരുന്നത് അഫാൻ ആണെന്ന് പറയുന്നു. അപ്പൊ ആ പണമെല്ലാം ഇവർക്ക് കൊടുക്കാൻ ബാക്കി ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ആ പണം ഈ ഉമ്മുമ്മയ്ക്കോ അതോ കുഞ്ഞുമ്മയ്ക്കോ അവർക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ്, അതായത് അച്ഛന്റെ സഹോദരിക്ക് സഹോദരന്റെ ഭാര്യയുമായിട്ടുള്ള ചിട്ടിക്ക് ആ പൈസ കൊടുത്തില്ല എന്നുള്ള പേരിലാണ് തർക്കമുണ്ടായതെന്ന് പറയുന്നു. അപ്പൊ ഇത്രയെല്ലാം കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ഈ അമ്മ ഇതെല്ലാം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചതാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുടുംബം അനുഭവിച്ചിരുന്നോ, മകൻ അല്ലെങ്കിൽ എന്തെങ്കിലും ദുർനടപ്പുകളോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കെണിയിൽ ഇവൻ പെട്ടിരുന്നോ, ഇതെല്ലാം അമ്മയ്ക്ക് അറിയാമായിരുന്നോ? ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ സംശയമായിട്ട് വരുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ഈ അമ്മയോട് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ഭേദമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞത് മകൻ കട്ടിൽ നിന്ന് വീണു എന്നുള്ളതാണ്. അല്ല, അമ്മ കട്ടിൽ നിന്ന് വീണു എന്നുള്ളതാണ് അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞ് വന്ന ഭർത്താവിനോട് പോലും അവർ പിന്നെ ആ കടക്കെ കടന്നും സത്യം പറയുന്നില്ല. പിന്നീട് കാണുമ്പോഴും പറയുന്നില്ല. ആദ്യമൊക്കെ അവരൊരു പക്ഷെ മകനെ അച്ഛനൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞതാണെന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. പക്ഷെ വീണ്ടും ഇത് പറയുമ്പോൾ ഒരിക്കൽ പോലും അമ്മ സത്യം പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കടം ഇവർക്ക് വരുന്നത്? അല്ലെങ്കിൽ മകൻ ഇത്രയധികം, കാരണം ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അമ്മയോട് തന്നെ പറഞ്ഞിരുന്നു, അമ്മ പലപ്പോഴും ഒരു കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അപ്പോൾ മകനാണ് പറഞ്ഞത് ഞാനില്ലേ എന്ന് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയെല്ലാം വന്നിട്ടും എന്തുകൊണ്ട് ഇത് കുട്ടികളുടെ അച്ഛനോട് പറഞ്ഞില്ല? അങ്ങനെയുള്ള ന്യായമായ കുറെ സംശയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇവൻ പെട്ടിട്ടുള്ള ഈ അഫാൻ ഇടപെട്ടിട്ടുള്ള എന്തെല്ലാമോ കേസുകളെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ടുകൂടിയാണ് അവൻ ഭ്രാന്തനാണ് എന്ന് ഒരു വെറും വാക്കെങ്കിലും പറയാൻ സാധ്യമാകുന്നത്. ശരിക്കും നമ്മൾ പറയുന്നുണ്ട്, നമുക്കറിയാം എത്രയോ ആൾക്കാരാണ് ഗൾഫിൽ പണിയെടുക്കുന്ന ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാം ജോലി എടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു വാർത്ത കണ്ടത്, ഒരാൾ ബാങ്ക് കൊള്ളയടിക്കുന്നത്, വിദേശത്തുള്ള ഭാര്യ പണം അയച്ചു കൊടുക്കുകയും ഇയാൾ ഇവിടെ ധൂർത്താണ്, അപ്പോൾ ഈ ഭാര്യ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ പൈസ എല്ലാം എവിടെ എന്നുള്ള ചോദ്യം വരുമെന്നുള്ള ഭയത്തിലാണ് ബാങ്ക് കൊള്ളയടിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എത്രയോ ദൂരങ്ങൾ പോയി മനുഷ്യൻ പണിയെടുക്കുന്നത്. ആണോ പെണ്ണോ ആയിക്കോട്ടെ. നമുക്കറിയാം എത്രയോ നഴ്സുമാർ വിദേശത്ത് പോയി കടന്ന് പണിയെടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയാതെ ഈ വീടുകളിൽ ഇങ്ങനെയാണോ നടക്കുന്നത്? അപ്പോൾ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന മനുഷ്യന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു ആദിയും ഒക്കെ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് അവരറിയുന്നില്ലെങ്കിൽ അവരെന്തിനാണ് കുടുംബത്തിന് വേണ്ടി ഈ കഷ്ടപ്പെടുന്നത്? അവരുടെ കഷ്ടപ്പാട് മുഴുവൻ ഇപ്പൊ വെറുതെ ആയിരിക്കുകയാണ്. ആ കുട്ടിയുടെ അച്ഛന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, എന്തിനാണ് ഈ കുടുംബം ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് അമ്മയുടെ തെറ്റാകട്ടെ, മകന്റെ തെറ്റായിക്കോട്ടെ, ഇതൊന്ന് അച്ഛനെ അറിയിക്കാൻ. ഈ 60 ലക്ഷം കടമുണ്ടായിരുന്നു, അത് വീട്ടാനാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അച്ഛന് ഇതിനെ കുറിച്ച് അറിവില്ല എന്ന് അയാളും പറയുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇനി എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു, എനിക്ക് എന്ത് പ്രതീക്ഷയാണ് മുൻപോട്ടുള്ളത്? ഒരു മകൻ മരണപ്പെട്ടു, മറ്റേയാൾ ജയിലിൽ കിടക്കുന്നു, കഷ്ടപ്പെട്ടത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങ് വെറുതെ ആയിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന് അത്രയും കടങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരുന്നത്, 2 വർഷം കൂടി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ കടങ്ങൾ വീട്ടാൻ കഴിയും, അല്ലെങ്കിൽ നാട്ടിലെത്തി ആ വീട് വിറ്റാൽ. ഇത് തന്നെ ഈ ഇവന്റെ അഫാന്റെ കാമുകിയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങിയ കാര്യം ഇവര് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. 60,000 രൂപ ഈ മാല തിരിച്ചെടുക്കാൻ വേണ്ടി അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്. പക്ഷെ ആ മാല വാങ്ങി കൊടുത്തിട്ടില്ല, തിരിച്ചെടുത്തു കൊടുത്തിട്ടില്ല. മാത്രമല്ല, തിരിച്ചൊരു മാല കൊടുത്തത് മുക്കുപണ്ടവുമായിരുന്നു. അപ്പോ എന്തുമാത്രം കള്ളത്തരമാണ് അവിടെ കാണിക്കുന്നത്. ആ 60,000 രൂപയ്ക്ക് ആ മാല തിരിച്ചെടുത്ത് അത് വിറ്റ പണം ചെലവഴിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ മുക്കുപണ്ടം തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഒന്നുകിൽ ഇത് വളരെ രാസലഹരിയോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു കെണിയിൽ ഇവൻ പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതല്ലാതെ ഒരാൾക്ക് ഇത്ര അധികം, നമുക്കറിയാം ഈ പണമിരട്ടിപ്പിക്കൽ പോലെയുള്ള മറ്റു സംഭവങ്ങളിൽ ഏതിലോ പോയി കൈവിട്ടു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവന്റെ സുഹൃത്തുക്കളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി അഫാന് അങ്ങനെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ ആരുമില്ല. അത് പിതാവും പറയുന്നുണ്ട്. കാരണം മകൻ അങ്ങനെ അത്ര അടുപ്പമുള്ള കൂട്ടുകാരും ഉള്ളതായിട്ട് അറിയില്ല. പക്ഷെ എങ്കിലും സംശയമാണ്, അവൻ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അച്ഛൻ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനെ പിടിമുറുക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മണി ആപ്പ്. ഒരുപാട് മണി ആപ്പുകളുണ്ട്. അതിലേതെങ്കിലും കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാലും വളരെ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിക്കും. മാത്രമല്ല ട്രേഡിങ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. പക്ഷേ ഇതുകൂട്ട് പണം കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മലയാളി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പിൽ അവൻ പെട്ടുപോയതാണോ? എനിക്ക് തോന്നുന്നു ഷെമീനയ്ക്ക് ചിട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഈ ചിട്ടിയുടെ പണം മുഴുവൻ റോൾ ചെയ്തിരുന്നത് ഇവനാണ്. അത്തരത്തിൽ റോൾ ചെയ്ത് കൈമറിഞ്ഞു പോയിട്ട് പിന്നെ അത് തിരിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതൊക്കെ ഒരു ഇതിന്റെ ഓരോ വശവും പോലീസ് അന്വേഷണ വിധേയമാക്കണം. അതായത് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്? അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകരുത്. അതിന്റെ ഓരോ വശവും അന്വേഷിക്കണം. ഇവന്റെ സുഹൃത്തുക്കൾ ആരാണ്? രാത്രിയിൽ ഇവൻ പോയിരുന്നത് എവിടെയാണ്? ലഹരി ഉപയോഗിച്ചിരുന്നോ? മദ്യം കഴിച്ചിരുന്നോ എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചിരുന്നോ? അത്തരത്തിലുള്ള എല്ലാ വശങ്ങളെ കുറിച്ചും ഒരു അന്വേഷണം ആവശ്യമാണ്. ഇനിയും ഇതുപോലെ ഒരു ദാരുണ സംഭവം കേരളത്തിൽ ഉണ്ടാകാതിരിക്കുക. അങ്ങനെ പറയല്ല, ആയി കഴിഞ്ഞു. ഇത് അവൻ 5 പേരെ അങ്ങോട്ട് കൊന്നു. പക്ഷെ 5 പേര് ചേർന്ന് ഒരാളെ കൊന്ന ഒരു 15 വയസ്സുകാരൻ. നമുക്കറിയാം താമരശ്ശേരിയിൽ ഏറ്റവും ദാരുണമായ സംഭവമാണ് നടന്നത്. ഒരു ഗ്രൂപ്പ് ചേർന്ന് ഒരു പയ്യനെ അടിച്ച് അവശനാക്കുക. ഒരു അബദ്ധം പറ്റിയതല്ലാതെ, കാരണം അവര് തന്നെ പറയുന്നു അവൻ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ല, അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അതാണ് ഇതിന് ഈ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് വാട്സപ്പിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിൽ ചർച്ച നടത്തുന്നു, എങ്ങനെ ഇത് നടപ്പാക്കണം എന്നുള്ള. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ 5 പേരെ ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷെ കോടതി ഇടപെട്ടിട്ട് ഇപ്പോൾ ഇവർക്ക് പരീക്ഷ എഴുതാൻ ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന് മരിച്ച കുട്ടിയും 10ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കുകയായിരുന്നു. അവന് മോഡേൺ പരീക്ഷയിലെല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മിടുക്കനായി പഠിക്കുന്ന കുട്ടിയാണ്. ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടുള്ള രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കം,
ഒരു സെൻഡ് ഓഫ് പരിപാടിക്ക് ഉണ്ടായിട്ടുള്ള നമുക്ക് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു നിസ്സാര വിഷയം. നമ്മളതിൽ ഓർക്കണം, ഒരാളെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഈ ചെറിയ കുട്ടികൾ പോലും എത്തുന്നത് നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്. അതായത് ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയത്ത് പാട്ട് ഡാൻസ് വേദിയിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കെ പാട്ട് ഓഫായി പോയി. അതിന് ഈ താമരശ്ശേരിയിലെ +2 വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്നു. അപ്പോഴത്തേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ ഇവരോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവർ തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ അവളുടെ കൂട്ടുകാരിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തിരിച്ച് ഇവരെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു തർക്കം ഇതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുക. ഏറ്റവും മൃഗീയമായ ആക്രമണം. അതായത് ആ 15 വയസ്സുകാരന്റെ നെഞ്ചാക്ക് പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടുവരാ ചെയ്തത്. ഈ കുട്ടിക്ക് അച്ഛന് 80 രൂപ എടുത്തു കൊടുത്തിരുന്നു. വൈകുന്നേരത്തെ ചായക്ക് പലഹാരം വാങ്ങാൻ വേണ്ടി 80 രൂപ കൊടുത്തിരുന്നു. ഇത് കൊണ്ട് പോകുമ്പോഴാണ് കൂട്ടുകാർ വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, അവന്റെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്, ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത്. ചെവിയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ പയ്യന്മാർ പോയത് ഈ ഒരു വാഹനത്തിലാണ്, അതായത് 2 വീലറിലാണ്, ഹെൽമെറ്റ് പോലും വെക്കാതെ. പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വണ്ടി കൊടുത്തിരിക്കുന്നു. ഇത് വീട്ടുകാരുടെ ഇവരുടെയൊക്കെ പിഴവാണിത്. നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശരിയാണ്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ കുട്ടികൾ ഇങ്ങനെ ആയി പോകുകയാണെങ്കിൽ അതിനെന്താണ് ഒരു പരിഹാരം? എന്നിട്ടും പക്ഷെ ആ കുട്ടികളുടെ ഈ 5 കുട്ടികള് ജുവനൽ ഹോമിലാക്കിയ കുട്ടികളുടെ വീട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് നാളെ പരീക്ഷ എഴുതാൻ അവരെ സമ്മതിപ്പിക്കുന്നത്. അതൊരു മാനുഷിക വശം എന്നുള്ള രീതിയിൽ നോക്കിയാൽ ആ 5 കുട്ടികൾ പരീക്ഷ എഴുതുന്നതിൽ തെറ്റില്ല എന്ന് പറയാം. പക്ഷെ ആ മരിച്ചുപോയ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോഴ്? ഇനി ഇവരെല്ലാം പരീക്ഷ എഴുതി പാസ്സായി ഇവരിനി അവിടുന്ന് ജുവനൽ ഹോമിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവർക്കെല്ലാവരും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവരെല്ലാം? ഇതുപോലെ തന്നെ ഇവരെല്ലാം പഠിച്ച് ഒരു MBBS പോയി കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ തന്നെ ചർച്ച നടത്തിയ നഴ്സുമാരുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഭീകരമായിരിക്കില്ലേ ഇപ്പോൾ തന്നെ ഈ കുട്ടികളുടെ അവസ്ഥ? അപ്പൊ ഇതൊരു പിടിച്ചാ കിട്ടാത്ത രീതിയിലേക്കാണ് കേരളം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഇവര് മയക്കുമരുന്നൊന്നും കഴിച്ചെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞിടയ്ക്ക് എന്നിട്ടും ഇത്രയും ക്രൂരത എങ്ങനെ വരുന്നു? കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു സ്കൂളിലെ കുട്ടി പ്രിൻസിപ്പലിനെ കയറി ചീത്ത വിളിക്കുകയും ഫോൺ പിടിച്ചു വെച്ചതിന്റെ പേരിൽ ചീത്ത വിളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതിന്റെ വീഡിയോ പുറത്തു വന്നതാണ്. അതിന്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ചില സംഘടനകൾ അതുപോലെ തന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത ഒരു ഇതുണ്ട്. അതായത് അവനൊരു തെറ്റ് പറ്റിയെങ്കിൽ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടത്, അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ തെറ്റിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവനൊരു പ്രോത്സാഹനം കിട്ടുകയാണ്. അതാണ് ഇതിലെ ഒരു ശരിയാണ്. അവന്റെ പിഴവിനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ അവന്റെ ഉമ്മ ഉൾപ്പെടെ ആ സമയത്ത് എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിൻസിപ്പലിന്റെ അടുത്തുനിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. അതായത് ഫോൺ പോലീസിന്റെ കയ്യിലോ പ്രിൻസിപ്പലിന്റെ കയ്യിലോ കിട്ടരുത്. അപ്പോൾ അവന്റെ ഫോണിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അതാണ് ആ അമ്മയെ ഭയപ്പെടുത്തിയിരുന്നത്. അതായത് അത് ബന്ധപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ മകന് ഒന്നാം തരം പണി കിട്ടുന്ന എന്തൊക്കെയോ ഉണ്ട് എന്ന് ആ അമ്മയ്ക്ക് തന്നെ അറിയാം. ഈ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളിപ്പോൾ എടുത്തു നോക്കിയിട്ടുള്ള എല്ലാ കേസിലും ഒരു പരിധിയിൽ കൂടുതൽ വീട്ടുകാർ തന്നെയാണ് ഇവർക്ക് വളം വെച്ചു. പക്ഷെ അത് പറയാനും പറ്റില്ല. അപ്പൊ വീട്ടുകാർ ഒരു തലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിസ്സഹായരായി പോയിരിക്കുകയാണ്. പണ്ടത്തെ തലമുറയിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടികൾക്ക് പേടിയുണ്ടായിരുന്നു. അച്ഛൻ്റെ അടി കിട്ടും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ് സംഭവം. അച്ഛനും അമ്മയ്ക്കും പേടിയാണ് മക്കൾ വഴക്ക് പറയുമോ എന്ന്, മക്കള് തല്ലുവോ. ആ കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കേരളം, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്രയെല്ലാം സംഭവങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പ്രബുദ്ധ കേരളമെന്നും സാക്ഷര കേരളമെന്നും എല്ലാം വീമ്പ് പറയുന്ന നമ്മുടെ ഇടയിൽ തന്നെയാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും വൃത്തികേടുകളും നിലവിൽ വരുന്നത്. ഇത് എന്ന് അവസാനിക്കും അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് വളരെ കാര്യമായി തന്നെ ചർച്ചകൾ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ബന്ധപ്പെട്ടവരെ ഇടപെടേണ്ട കാര്യം കഴിഞ്ഞിരിക്കുന്നു. ചർച്ചയല്ല, ഇതിന് പരിഹാരമാണ് ആവശ്യം. കാരണം നമ്മൾ ഈ 2025 തുടങ്ങിയതിന് ശേഷം എത്ര കേസുകൾ, ഇതില് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യമുണ്ട്, നമ്മുടെ സാംസ്കാരിക നായകന്മാരൊന്നും ഒന്നും തന്നെ പറയുന്നില്ല. അല്ല, അവർക്ക് ഉത്തരേന്ത്യയിൽ ഇവരെല്ലാം ഇതിൽ ഇടപെടേണ്ട കാര്യം കഴിഞ്ഞു. കാരണം നമ്മളെക്കാളെല്ലാം കുറച്ചുകൂടി അനുഭവ പരിജ്ഞാനമുള്ളവരും
മറ്റുമാണ് അവരെല്ലാവരും. അപ്പൊ ഇത്തരം ഒരു കൂട്ടായ തീരുമാനം എങ്ങനെ നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു എന്തെങ്കിലും ഒരു കാര്യമായത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം മക്കളെ ഒന്ന് വഴക്ക് പറയാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സമൂഹമാണ് ഇപ്പൊ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഇനിയും ഉണ്ടാകരുതെന്ന് വീണ്ടും വീണ്ടും പറയാനേ നിവൃത്തിയുള്ളൂ. ആ പറയുന്നതിൽ ഒരു കാര്യമില്ല. അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ല, പിന്നെ ഇനിയും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുവരെയും ഇപ്പൊ ഈ 2025 തുടങ്ങി മാർച്ച് 1-ാം തീയതി ഈ 3 മാസത്തിന്റെ ഉള്ളിൽ എന്തെല്ലാമാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമയം കഴിഞ്ഞു പോകും മുഴുവൻ പറഞ്ഞു തരുമ്പോഴേക്കും. അത്രയധികം അനാചാരങ്ങളും ദുരാചാരങ്ങളും വൃത്തികേടുകളും അക്രമങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിനൊരു അറുതി വരുത്താൻ ഭരണ നേതൃത്വം മുന്നോട്ട് വരണം, സാംസ്കാരിക നായകന്മാര് മുന്നോട്ട് വരണം. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം ഇപ്പോൾ ഒരു ശക്തമായ നീക്കം നടത്തണമെന്ന് സർക്കാരിനോട് തന്നെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വേണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പേരിന് മാത്രമല്ലാണ്ട് അത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ്. കാരണം കുട്ടികൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു കുട്ടികളല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിയമത്തിന്റെ എല്ലാ വശങ്ങളും, അതായത് നിങ്ങൾക്ക് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇന്ന ശിക്ഷ കിട്ടും, ഇതൊക്കെയാണ് അതിന്റെ രീതികൾ, അങ്ങനെയുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും ഇവരെ കൃത്യമായി ബോധമുള്ളവരാക്കുക. തെറ്റ് ചെയ്യാത്ത തരത്തിലുള്ള രീതിയിലേക്ക് അവരെ എത്തിക്കാനുള്ള നമ്മൾ ഇതിപ്പോ പോലീസുകാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വീട്ടുകാർ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, സ്കൂളുകൾ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ഭരണ സംവിധാനങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓരോ മനുഷ്യനും ഇതിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ അത് നമ്മുടെ ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമൂഹം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ദാരുണ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കുറെ മനുഷ്യർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അബ്ദുൾ റഹീമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയാണ് നഷ്ടപ്പെട്ടു പോയത്. ഷഹബാസിന്റെ കാര്യത്തിൽ ആ മാതാപിതാക്കൾക്കാണ് ആ പയ്യനെ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ നഷ്ടങ്ങളെല്ലാം ആ വീട്ടുകാർക്കാണ് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.